ഹായ് നമസ്തേ. പ്രിമീസ് കിച്ചണിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ജ്യൂസാണ് കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ശരീരത്തിനും മനസ്സിനുമൊക്കെ ഈ വേനലിൽ കുളിർമ നൽകുന്ന, ഉന്മേഷം നൽകുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബേസിൽ സീഡെന്നും സബ്ജ സീഡെന്നും അറിയപ്പെടുന്ന കസ്കസ് ഒരു സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് അത് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു സ്പൂണാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുതിർന്ന് വരുമ്പോൾ വലിപ്പം വെച്ച് ഒരു അരപ്പാത്രത്തോളമായിട്ട് വരും. ഇനി നമുക്ക് കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഒരു കുക്കുംബറാണ്, അത് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കുംബർ ജ്യൂസ് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുക്കുംബർ ജ്യൂസ് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ചും അത് കുറഞ്ഞ കലോറിയും വളരെയധികം ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് കുക്കുംബർ ജ്യൂസ് കഴിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. കുക്കുംബർ എടുത്തുള്ള അതേ പാത്രത്തിൽ തന്നെയാണ് പുതിനയിലയും എടുത്തിട്ടുള്ളത്. പുതിനയില ജ്യൂസ് കഴിക്കുന്നത് ഗ്യാസിൻ്റെയും അസിഡിറ്റിയുടെയും പ്രശ്നമുള്ളവർക്ക് പുതിനയില ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് വളരെയധികം നല്ലതാണ് പുതിനയില ജ്യൂസ് കഴിക്കുന്നത്. ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളത് കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കാം. ഇതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അരിച്ചൊഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള കസ്കസ് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, നമ്മൾ ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ അരപ്പാത്രത്തോളം കുതിർന്ന് വന്നപ്പോൾ കസ്കസ വലിപ്പം വെച്ച് അരപ്പാത്രത്തോളം ആയിട്ടുണ്ട്. കസ്കസ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് അരിച്ചൊഴിക്കാം. ദേ നമ്മൾ ജ്യൂസ് എല്ലാം അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തേനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള കസ്കസ് കൂടെ ജ്യൂസിന് മീതെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഒരു സ്പൂൺ കസ്കസ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. അതല്ല, അതിൻ്റെ അളവും സമയക്രമവും അറിഞ്ഞ ശേഷം മാത്രം കഴിക്കുക. നമ്മൾ ചെറിയൊരു കഷ്ണം പുതിനയില കൂടെ വെച്ച് ജ്യൂസ് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.